എന്നാലും ഫൈനലിൽ കണ്ടത് സ്പെയിനിന്റെ സമ്പൂർണ്ണമായ സമഗ്രമായ കളിയുടെ എല്ലാ മേഖലകളിലുമുള്ള ആധിപത്യം തന്നെയാണ്. സർവം സ്പെയിൻ, അർജന്റീനയ്ക്ക് പെയിൻ. ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലെ 80,663 കാണികളെപ്പോലെ അർജന്റീനയുടെ കളിക്കാരെയും കാഴ്ചക്കാരാക്കി നിറഞ്ഞാടിയ ലാറോഹകൾ കൽപ്പന്തുകളിയുടെ പുതിയ രാജാക്കൾ. അഞ്ചാം മിനിറ്റിൽ ലെമീൻ യമാലിന്റെ ആക്രമണത്തോടെ ചൂടുപിടിച്ച കളി. എമിലിയാനോ മാർട്ടിനസിന്റെ പെടാപ്പാടുകൾക്കും അവിടെ തുടക്കമായി. മുക്രയിട്ടെത്തിയ സ്പാനിഷ് കാളക്കൂറ്റന്മാർ അർജന്റീൻ ഗോൾ മുഖം നിരന്തരം വിറപ്പിച്ചു. കളിച്ചു നിൽക്കാൻ പറ്റാത്ത അർജന്റീനയുടെ പിന്നെയുള്ള ശ്രമങ്ങൾ അടിച്ചു വീഴ്ത്താൻ. നീല വെള്ളക്കുപ്പായക്കാർക്ക് നേരെ 5 തവണ മഞ്ഞ മുന്നറിയിപ്പ്. ഒടുവിൽ 93-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് ചുവപ്പ് കാർഡും ഇരുന്നു വാങ്ങി. പേരിലേക്ക് ചുരുങ്ങിയ അർജന്റീന കൂടുതൽ പ്രതിരോധത്തിൽ. എക്സ്ട്രാ ടൈമിന്റെ 6-ാം മിനിറ്റിൽ നിക്കോ വില്യംസ് വലകുലുക്കിയെങ്കിലും പന്ത് വന്ന വഴിക്കിടെ മൈക്കൽ മൊറീനോ നിക്കോളാസ് ഒട്ടാമെന്റിയെ ഫൗൾ ചെയ്തെന്ന് കണ്ടെത്തിയതോടെ ഗോൾ നിഷേധിച്ചു. എന്നാൽ ആശ്വാസം അധികം നീണ്ടില്ല. 106-ാം മിനിറ്റിൽ പുറത്തേക്കെന്ന് കരുതിയ പന്ത് നിക്കോ വില്യംസ് ബോക്സിലേക്ക് തിരിച്ചെടുത്തിട്ടു. ഓടിയെത്തിയ ഫെറാൻ ടോറസിന്റെ ഇടംകാലൻ പ്രഹരം എമി മാർട്ടിനസിനെയും പ്രതിരോധ നിരക്കാരെയും കാഴ്ചക്കാരാക്കി വലയിൽ. ാം മിനിറ്റിൽ സ്പാനിഷ് ബോക്സിന്റെ എഡ്ജിൽ നിന്ന് മെസ്സി അടിച്ച പന്ത് മെറീനോയുടെ മുഖത്തടിച്ച് മടങ്ങിയതോടെ അർജന്റീനയുടെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു. ലോക കിരീടം നിലനിർത്തുന്ന 3ാമത്തെ സംഘത്തിനായി ഫുട്ബോൾ ലോകം ഇനിയും കാത്തിരിക്കണം. അതേസമയം 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാൽപന്തുകളിയുടെ കനക കിരീടത്തിൽ വീണ്ടും സ്പാനിഷ് മുത്തം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.